ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഇഫ്താർ സ്നാക്ക് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ബ്രെഡിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3/4 കപ്പോളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഒരു സവോളയും ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഈ ഒരു ബ്രെഡും വെജിറ്റബിൾസൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഫില്ലിങ് ഒരുപാട് എരിവൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുത്തതാണ് കേട്ടോ. മിക്സിയിലൊന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുത്താൽ മതി. ചിക്കൻ ഇങ്ങനെ ഫില്ലിങ്ങിൽ കിടന്ന് കടിക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് മൈദപ്പൊടി വെച്ചിട്ട് ഒന്ന് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി വെച്ചിട്ട് അപ്പം ദോശ ഉണ്ടാക്കിയെടുക്കുമല്ലോ, അങ്ങനെ തയ്യാറാക്കിയെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ മാവ് കുഴച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ മൈദ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കലക്കിയെടുത്തിട്ട് ദോശ പോലെ ചുട്ടെടുത്താൽ മതി. പക്ഷേ ഇതുപോലെ മൈദമാവ് വെച്ചിട്ട് പരത്തിയെടുത്ത് തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. കഴിക്കുമ്പോൾ ആ സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ഇതുപോലെ മാവ് കുഴച്ച് തയ്യാറാക്കിയെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ദോശ ചുട്ടെടുത്തിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. മാവ് കുഴക്കാൻ മടിയുള്ളവർക്ക് അങ്ങനെയും തയ്യാറാക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് 1 അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി മാവിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് വലുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് അടുത്തത് വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒരേപോലെ കറക്റ്റ് ആക്കി എടുത്ത ശേഷം നമുക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ബോട്ടിലിൻ്റെ അടപ്പോ അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള മാവ് വീണ്ടും നമുക്ക് ബോളാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് വീണ്ടും തയ്യാറാക്കിയെടുക്കുക കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ ലോക്കായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ ഫില്ലിങ് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മൈദ ആയതുകൊണ്ട് തന്നെ ലോക്കായിട്ട് നിന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് മുട്ട മിക്സിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇത് മുഴുവനും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനുണ്ടാവുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറം ഭാഗം ഒന്നുകൂടെ വരിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റും സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മൈദ വെച്ചിട്ടായതുകൊണ്ട് തന്നെ ആ ഒരു മൈദ വേവിച്ചെടുക്കണം അത്രയും സമയം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആയിട്ട് നല്ല തീയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിയുകയും ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് സമയം ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഒരു ബ്രെഡൊക്കെ ചേർത്ത ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു മധുരം കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെ വെജിറ്റബിൾസും ചിക്കനൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്